ലൈംഗികാധിക്ഷേപ പരാതിയിൽ മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം. തിരുവനന്തപുരം സൈബർ പോലീസാണ് ഷാജനെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും വഴി മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. നിശബ്ദനാക്കാൻ ശ്രമമെന്നും പിന്നിൽ മുഖ്യമന്ത്രിയും DGPയുമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാരിന്റെ അസഹിഷ്ണുതയുടെ തെളിവാണ് ഷാജൻ സ്കറിയയുടെ അറസ്റ്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നും രാത്രി 8:30 ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ഉടമയും എഡിറ്ററുമായ ഷാജൻ സ്കറിയയെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ തൈക്കാട്ടെ സൈബർ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. 11:45 വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം. ലുങ്കി മാത്രം എടുത്തിരുന്ന ഷാജൻ പോലീസ് ഷർട്ടിടാൻ അനുവദിച്ചില്ലെന്നും ഫോൺ പിടിച്ചു വാങ്ങിയെന്നും ആരോപിച്ചു. ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിലടയ്ക്കും. ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന എന്നെ പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ പിടിച്ചോണ്ട് പോകും. എന്നോട് പിടിച്ചോണ്ട് പോകുന്നു. അഴിമതിയുടെ പീഡൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാനം പിടിക്കുന്ന പോലീസുകാർ ഈ നാട് പിടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരണത്തിനെതിരെ പോരാടും. എല്ലാം കേരള കേസ്. ഒരു കേസിൽ എന്നെ ജയിലിലടച്ചിട്ടില്ല. വീണ്ടും ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും ഷാജൻ ഷർട്ട് ധരിച്ചിരുന്നില്ല. പോലീസ് വാങ്ങി നൽകിയ പുതിയ ഷർട്ടിടാനും ഷാജൻ തയ്യാറായില്ല. കസ്റ്റഡി എടുക്കാന്ന് പറഞ്ഞു. ഉടുപ്പിടാൻ പോലും സംഭവിച്ചില്ല. ഞാനിങ്ങനെ പോകുന്ന അത്രേ ഉള്ളൂ. പോരണം, വണ്ടിയെ കയറണമെന്ന് പറഞ്ഞു. മൊബൈൽ വിളിച്ചാലും പറയാൻ പോലും സംഭവിച്ചില്ല. അർദ്ധരാത്രി വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്വേത ശശികുമാറിന്റെ മുമ്പിലേക്ക് വീട്ടിൽ നിന്നും എത്തിച്ച ഷർട്ട് ധരിച്ചാണ് ഷാജൻ കോടതിയിൽ ഹാജരായത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ഷാജന്റെ അഭിഭാഷകൻ വാദിച്ചു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരുന്നെങ്കിലും ഒടുവിൽ കോടതി ഷാജന് ജാമ്യം നൽകി. വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. പോലീസ് മേധാവിക്ക് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന വാശിയുണ്ടെന്നും ഷാജൻ. മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും. ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്. ഒരുപാട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ DGP അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട്. കാരണം അദ്ദേഹം DGP ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും 10,000-3000 പോലീസുകാരെ വെക്കുകയും 10-23 കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അന്ന് കിട്ടിയില്ല. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു, സാറേ എന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ, ഞാനിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നു. BNS 75-14, IT Act 67, KP Act 120 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഷാജനെതിരെ കേസെടുത്തത്. 2024 ഡിസംബറിൽ ഓൺലൈൻ ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ സ്ത്രീത്വത്തെ അവഹേളിച്ചെന്നും ലൈംഗികാധിക്ഷേപം നടത്തിയെന്നും കാട്ടി മാഹി സ്വദേശിയായ യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലായിരുന്നു രാത്രിയിലത്തെ പോലീസ് നടപടി. ജനം, തിരുവനന്തപുരം.